ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റ് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ അല്ലാതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ചോക്ലേറ്റിൻ്റെ മോൾഡൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് വീട്ടിലുള്ള ഐസ് ട്രേ ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നെങ്കിൽ പഞ്ചസാര പൊടിച്ചത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഐസിങ് ഷുഗർ ഉപയോഗിക്കാം. ഐസിങ് ഷുഗർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു തരികളുണ്ടാവും നമ്മളുടെ ഈ ഒരു ചോക്ലേറ്റിൽ. അപ്പോൾ നന്നായി പഞ്ചസാര അരിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് പാൽപ്പൊടി ഞാനിവിടെ എവിടെയുടെ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഏതാണെങ്കിലും കുഴപ്പമില്ല. അത് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും നമ്മളിതുപോലെ തന്നെ നന്നായിട്ട് അരിച്ചെടുക്കണം. ആ ഒരു തരികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയും അതുപോലെ തന്നെ പാൽപ്പൊടിയും നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബൗൾ വെള്ളത്തിൽ മുട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ചോക്ലേറ്റിന് കൊക്കോ ബട്ടറാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഈ ഒരു ബട്ടറിന് പകരം നിങ്ങൾക്ക് കൊക്കോ ബട്ടർ എടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷമാണ് നമ്മളിതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ചേർത്ത് അതും നന്നായിട്ട് ഈ ബട്ടറുമായിട്ട് ചേർന്ന് മെൽറ്റായി വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഒരു ഗ്ലാസ് ബൗളിന് പകരം നിങ്ങൾക്ക് സ്റ്റീലിൻ്റെ പാത്രം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബട്ടറും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ ചേർന്ന് നന്നായിട്ട് മെൽറ്റായി വന്ന ശേഷം ആണ് നമ്മളിതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ പാൽപ്പൊടി 3 ടേബിൾ സ്പൂൺ അതും അരിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾ കൊക്കോ ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ മൊത്തം കൊക്കോ ബട്ടറിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ ബാക്കി കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കി വേറെയുള്ള ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സെറ്റായി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു കട്ടകളൊക്കെ മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൊത്തം 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ആ കട്ടകളൊക്കെ മാറി നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിനകത്ത് ബട്ടറും വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒന്നും ഈ ഒരു ചോക്ലേറ്റിന് ഉണ്ടാവില്ല. പിന്നെ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടെ കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മോൾഡൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഐസിൻ്റെ ട്രേ എടുത്താലും മതി. അതിലേക്ക് നമുക്ക് ചെറു ചൂടോടുകൂടി ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് തണുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, കാരണം അത് ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ ചെറു ചൂടോടുകൂടി നമുക്കിത് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 1-2 മണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ തട്ടി വെച്ചാൽ തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ്. നന്നായി നമ്മുടെ ചോക്ലേറ്റൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും, കുഴപ്പമൊന്നുമില്ല. അത് ആ ഒരു ഷേപ്പിൽ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ മോൾഡൊന്നും ഇല്ലെങ്കിലും നമുക്കിതുപോലെ ഐസിൻ്റെ ഈ ഒരു ട്രെയിൽ വെച്ചിട്ട് എളുപ്പത്തിൽ തന്നെ ചോക്ലേറ്റ് റെഡിയാക്കിയിട്ടെടുക്കാം. ഇത് നമുക്ക് കേക്കിൽ ഉപയോഗിക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ. ഇത്രേ ഉള്ളൂ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്